ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നാരങ്ങ അച്ചാറായിട്ടാണ് വന്നിരിക്കുന്നത്. നാരങ്ങ തലേ ദിവസം ഉപ്പൊക്കെ ഇട്ട് അവിച്ച് വെച്ചിരുന്ന് നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നല്ല ഇതായിട്ട് പിന്നെ അരിഞ്ഞ് ഉപ്പും കായപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ തലേ ദിവസം ഇത്തിരി 2 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ കയ്പ്പ് അതിൻ്റെ പൂർണ്ണമായിട്ടും കയ്പ്പ് മാറും. അത് ഇത് വെളുത്തുള്ളി കരിയേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ താളിക്കാൻ പോവുകയാണ്. നാടൻ രീതി, വേറെ ഡെക്കറേഷനൊന്നുമില്ല. നാടൻ സ്റ്റൈലിൽ ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളത് താളിച്ച് അച്ചാറിടാൻ പോവുകയാണ്. വെളിച്ചെണ്ണ വീത്തിയിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടില്ല. ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകിടാം. അപ്പോൾ നാടൻ സ്റ്റൈലാണ്. ഒട്ടും കയ്പ്പ് കാണില്ലേ പഞ്ചസാര ഇട്ട് നമ്മൾ തലേ ദിവസം വെച്ച് തലേക്ക് വൈകിട്ട് അവിച്ച് വെച്ചിരുന്നു. ഇന്നിപ്പോൾ ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോഴാണ് എടുത്ത് ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ കടുകൊക്കെ ഇട്ട് കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കടുക് എല്ലാം പൊട്ടിട്ട് നല്ലവണ്ണം ആ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം കറിവേപ്പില ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി കരിവേപ്പില ഒന്ന് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിക്കും. മുഴുവനും ഇടില്ല, ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്. എങ്കിലേ അതിൻ്റെ ഒരു മണമൊക്കെ അതിൽ വരത്തുള്ളൂ കേട്ടോ. അതിപ്പം നമ്മൾ മുഴുവനെ ഇട്ടാൽ അത് ശരിയാവില്ല. വെളുത്തുള്ളി പൊട്ടിച്ച വെളുത്തുള്ളി നമ്മളിട്ട് വെളുത്തുള്ളി ഇനി ചുമന്ന് വരണം, ചെറുതായിട്ടൊന്ന് ചുമക്കണം. അത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് ഇളക്കി ഒന്ന് ചുവപ്പാവുന്ന വരെ ഇളക്കി കൊടുത്ത് വെളുത്തുള്ളി ചുമന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇടാം. മുളക് പൊടി ഇടാം. എരിയുള്ള മുളക് പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കാശ്മീരി പൊടിയും കൂടെ അതിലൂടെ ചേർക്കുകയാണ്. എരി ആർക്കും അത്ര ഇഷ്ടമല്ല, അപ്പം എരി കുറച്ച് ഇടാൻ വേണ്ടിയിട്ട് പൊടി പറ്റി കാശ്മീരി പൊടി ഇട്ടതാണ്. ഇത് പൊടികളും കൂടെ ഒന്ന് ചെറിയൊരു പച്ചപ്പ് മാറി മൂത്ത മണം വരുമ്പോൾ നമുക്ക് നാരങ്ങ ഇടാം. പൊടികൾ അതെല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നാരങ്ങ എടുത്തിട്ട് ഇത് എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല പോലെ എല്ലായിടത്തും അതിൻ്റെ പൊടികളെല്ലാം എല്ലായിടത്തും പറ്റുന്ന തരത്തിൽ നന്നായിട്ട് ഇളക്കി. ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ബായ്.